നമുക്കൊപ്പം അർജുൻ്റെ സഹോദരി അഞ്ജു ഷിരൂരിൽ നിന്ന് ചേരുകയാണ്. അഞ്ജു, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഷിരൂരിൽ അപകടമുണ്ടായി 2 മാസം കഴിഞ്ഞു എന്ന് ഞാനിപ്പോൾ ദീപകിനോട് പറയുകയായിരുന്നു. അഞ്ജു ഇപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ അഞ്ജുവിന് ഇന്നത്തെ ഈ ഒരു തെരച്ചിൽ നമുക്ക് ആ ട്രക്കിലേക്ക് എത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന തെരച്ചിലാണ്. അങ്ങനെയാണ് അവിടുത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടം എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കൈമാറിയോ? ഔദ്യോഗികമായിട്ട് നമുക്ക് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നമ്മളെന്താണെങ്കിലും ഇവിടെ വരണം, പുഴയുടെ അടുത്തൊന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണം വിചാരിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച മുതലേ നമ്മൾ തീരുമാനിച്ചത്. അതാണ് അതിനിടെ ഡ്രഡ്ജറും എത്തി, ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ വന്നത്. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ ലോറിയുടെ ക്യാബിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇപ്പോൾ പുഴയിൽ തെരച്ചിൽ വേലിയേറ്റ സമയത്താണ് 8 മണിയോടുകൂടി തുടങ്ങുമെന്നാണ് ഡ്രഡ്ജിംഗ് കമ്പനി പറയുന്നത്. അഞ്ജുവും ജിതിനുമൊക്കെ അവിടേക്ക് അപ്പോഴേക്ക് എത്താനാണോ നോക്കുന്നത്? അതെ അതെ, 3 ദിവസത്തേക്കാണ് കരാർ എടുത്തിരിക്കുന്നത്. അതിനിടയിൽ ഈ ട്രക്കിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇപ്പോൾ അപകടം കഴിഞ്ഞിട്ട് 2 മാസം പിന്നിടുന്നു. ഇതുവരെയും ഒരു വിവരവും കിട്ടാത്ത ഒരു സാഹചര്യം, അതുണ്ടാക്കുന്ന ഒരു വിഷമമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അഞ്ജു, നമ്മൾ ആദ്യഘട്ടത്തിൽ അർജുനെ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോയത്. ഇനിയിപ്പോൾ ട്രക്ക് ഈ മണ്ണിൽ മൂടിക്കിടക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സൂചനയിൽ വെച്ചുകൊണ്ടാണിപ്പോൾ തെരച്ചിൽ നടക്കുന്നതും. നമുക്ക് അഞ്ജുവിനോട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. അഞ്ജുവും ജിതിനും ഇപ്പോൾ അവിടെയുണ്ട്. അഞ്ജു, മറ്റാരെങ്കിലും വീട്ടിൽ നിന്ന് ഒപ്പം എത്തിയിട്ടുണ്ടോ, അതോ അഞ്ജുവും ജിതിനുമാണോ ഈ തെരച്ചിൽ അവിടെ ഇനി ഉണ്ടാവുക? അല്ല, അനിയന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. അനിയനും ആൻറ്റിയുടെ മകനൊക്കെ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ തിരച്ചിൽ നിർത്തിവെച്ച സാഹചര്യം, അതിനിടയിൽ നിങ്ങൾക്ക് കർണാടക മുഖ്യമന്ത്രിയെ അടക്കം സമീപിക്കേണ്ടി വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ 1 മാസത്തെ അല്ലെങ്കിൽ 1 മാസവും 5 ദിവസവും നീണ്ട ഒരു കാത്തിരിപ്പാണ് ഇന്ന് അവസാനിക്കുന്നത്. അതെ അതെ, കർണാടക മുഖ്യമന്ത്രിൻ്റെ ഒക്കെ അടുത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ രാഘവൻ സാറാണെങ്കിലും അഷ്റഫ് സാറാണെങ്കിലും ഒക്കെ അവരുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലോട് മാത്രമാണ് കർണാടക മുഖ്യമന്ത്രിൻ്റെ അടുത്ത് എത്താൻ പറ്റിയതും പിന്നീടുള്ള ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും അവരൊരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ സർക്കാരാണെങ്കിലും എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെ അടുത്തും. ഏതായാലും ഞങ്ങൾക്കും വീട്ടിലും എല്ലാവരും തന്നെ ഏതായാലും ഡ്രഡ്ജർ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇതുവരെ പറഞ്ഞ ആവശ്യം. അത് എത്തിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നല്ലൊരു കിട്ടുമെന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കാം. അർജുൻ എവിടെയാണ് എന്നുള്ളതിൽ, അല്ലെങ്കിൽ അർജുൻ്റേതായി എന്തെങ്കിലും അർജുനിലേക്കൊന്ന് എത്തിപ്പെടുക, അത് മാത്രമാണ് നമ്മളും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അഞ്ജു, ഇപ്പോൾ ഈശ്വർ മാൽപ്പെ അവിടെ ഡൈവിങ്ങിനായി ഇറങ്ങിയിട്ടുണ്ട്. ഈശ്വർ മാൽപ്പെ നിങ്ങളെയോ കുടുംബത്തെയോ ഒന്നും പരിചയമില്ലാത്ത ഒരു മനുഷ്യനാണ്. പക്ഷേ അർജുൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഉത്തരം വേണം, അതിനായാണ് ആവർത്തിച്ച് വരുന്നതെന്നാണ് പറഞ്ഞത്. അറിയാതെ ഇരുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ അർജുനെ സ്നേഹിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അർജുനും ഒരുപാട്. അഞ്ജുവിനോട് നമുക്ക് തിരികെ എത്താം. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഈശ്വർ മാൽപ്പയും സംഘവും ഇപ്പോൾ ഗംഗാവാലി പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഡൈവിംഗ് തുടങ്ങുകയാണ് അവിടെ. ഈശ്വർ മാൽപ്പയും സംഘത്തെയുമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഷിരൂർ ദൗത്യത്തിൽ നിന്ന് വളരെ നിർണായകമാണ്. അഞ്ജുവും ഭർത്താവ് ജിതിനും ഒപ്പം മറ്റ് ബന്ധുക്കളുമൊക്കെ ഷിരൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അഞ്ജു, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈശ്വർ മാൽപ്പെ ഡൈവിങ്ങിനായി തയ്യാറെടുക്കുകയാണ്. 8 മണിയോടുകൂടി തന്നെ ഡ്രഡ്ജർ പ്രവർത്തിപ്പിച്ച് തുടങ്ങുമെന്നാണ് അറിയുന്നത്. അഞ്ജു, കേൾക്കാമോ? കേൾക്കാം. ഇടയ്ക്കൊന്ന് കോള് കട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചു വന്നത്. ഈ അർജുനെ മാൽപ്പയ്ക്കൊന്നും നേരിട്ട് അല്ലെങ്കിൽ പേര് കേട്ടോ അങ്ങനെയൊന്നും ഒരു പരിചയമേ ഇല്ല. പക്ഷേ ഈശ്വർ മാൽപ്പെ പോലും അർജുൻ എവിടെയെന്ന ആ കുടുംബത്തിൻ്റെ ചോദ്യത്തിനൊരു ഉത്തരം കിട്ടണം, അതിനായാണ് വീണ്ടും എത്തിയതെന്ന് പറയുമ്പോൾ ഇതുവരെ നിങ്ങളെയോ കുടുംബത്തെയോ ഒന്നും ബന്ധമില്ലാതിരുന്ന ലോകമെമ്പാടുമുള്ള ഒരുപാട് പേർ ഇപ്പോൾ ആ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്. അഞ്ജുവിനത് മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഫോണിലൂടെ ആണെങ്കിലും മെസ്സേജിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ കോൾസ് ആണെങ്കിലും വീട്ടിൽ വരുന്ന ആളുകളാണെങ്കിലും ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും അവരുടെ സപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ
സർക്കാർ പോലെ തന്നെ അതിൽ മലയാളികളുടെ ഒരുപാട് ലോകമെമ്പാടുള്ള, കാരണം കേരളത്തിലെ പോലെ തന്നെ ഇപ്പോൾ പുറത്ത് ജോലിക്ക് പോയ ഒരുപാട് മലയാളികൾ, ഈശ്വർ മാൽപ്പെ മാതിരിയുള്ള ഒരുപാട് മനുഷ്യസ്നേഹികൾ, അങ്ങനെ ഒരുപാട് ആളുകളുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സഹായം നമുക്ക് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രതീക്ഷ അർജുൻ്റെ ട്രക്കിലേക്ക് ഇന്ന് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് അഞ്ജു ഇപ്പോൾ അവിടേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണെന്നറിയാം. അഞ്ജുവും ജിതിനും അവിടേക്ക് ഇപ്പോൾ വേലിയേറ്റ സമയത്തായിരിക്കും തെരച്ചിൽ നടക്കുക. നമുക്ക് അർജുൻ്റെ ട്രക്കിലേക്ക് അടുത്തേക്ക് എത്താൻ കഴിയും, ഇന്ന് തന്നെ എത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അഞ്ജു. അതെ, തീർച്ചയായും ഞങ്ങളും ആ പ്രതീക്ഷയോടെ തന്നെയാണ് മാഡം ഇവിടെ നിൽക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ട്രക്കിലേക്ക് എത്താൻ പറ്റട്ടെ.